മൺമയമാമീയുലകിൽ കാൺമതുമായ വിൺമഹിമാദന സുഖങ്ങൾ സകലതും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാ പൂക്കളെ. ധാന്യം ധനം ലാഭം കീർത്തി ആ നഷ്ടമാകോ, ധാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകോ. 7-10 ഏറെയായാൽ 80 മാത്രം, നീളുമായോ സാധു നിനച്ചാൽ കഷ്ടത മാത്രം. ലോകമരു ഭൂവിൽ മർത്യനാശ്രയം തേടി, ശോകക്കൊടും വെയിലയ്യോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്കു സ്വർഗം ആ സ്വന്ത ദേശം, കേവലമേ പാരിതമോ വെറും പരദേശം. മൺമയമാം ഈ ഉലകിൽ കാൺമതുമായ വിൺമഹിമാ ധനസുഖങ്ങൾ സകലതുമായ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസനും ദാസിക്കും പ്രിയ സജിപാസനും പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്ക് കടന്നു വന്ന് ദൈവത്തെ ആരാധിപ്പാനും കർത്താവിൻ്റെ വചനങ്ങളെ ധ്യാനിപ്പാനും കർത്താവ് നമുക്കൊരവസരം തന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. ഇനിയുള്ള കാലങ്ങളിൽ ഇതുപോലെയുള്ള വചന പ്രഘോഷണങ്ങളും വചന കേൾവികളും നമുക്ക് ലഭിക്കുമോ എന്ന് അറിയത്തില്ല. കാരണം അതുപോലെ കർത്താവിൻ്റെ വരവ് ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. എത്ര മനോഹരമായിട്ടുള്ള ആ പ്രവചനം നിറവേറിയിരിക്കുക. ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇതുവരെയുള്ള മോഡേൺ ആയിട്ടുള്ള ന്യൂസിന്റെ കേൾവി വെച്ച് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ശനിയാഴ്ച ഒരു വാർ തുടങ്ങാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ, അതറിയത്തില്ല, അതെങ്ങനെ പോകും നമുക്കറിയത്തില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും, നമ്മൾ യുദ്ധം നടക്കേണ്ടെന്ന് എത്ര പ്രാർത്ഥിച്ചാലും, അത് യുദ്ധങ്ങൾ നടക്കുന്നത് ദൈവത്തിന്റെ പദ്ധതിയാണ്. കാരണം യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ചു കാണും, ഞാൻ ആ വാക്യം എടുക്കുന്നില്ല. ഉന്മൂലനാശം, 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 ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. അപ്പൊ ഈ ലോകത്തിന്റെ പ്രതാപങ്ങളും ഈ ലോകത്തിന്റെ ഐശ്വര്യങ്ങളൊക്കെ ദൈവം എന്ത് ചെയ്തു? മനുഷ്യൻ ഉണ്ടാക്കി വെക്കുന്നത്. ദൈവം അതിനെ എടുത്തു മാറ്റുന്നൊരു സന്ദർഭമുണ്ട്. അത് ഇവര് തന്നെയാണ് അത് ചെയ്യുന്നത്. ദൈവം അവരെ കൊണ്ട് ചെയ്യിക്കുക. കാരണം പ്രതാപത്തിലിരിക്കുന്ന ഒരു രാഷ്ട്രം ഒരു യുദ്ധം നടക്കുമ്പോഴേ നേരെ താഴേക്ക് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഇങ്ങനെ അഹങ്കരിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഗൾഫ് നാടുകളിൽ നമുക്കറിയാം, ഗൾഫ് നാടുകളിലെ അവസ്ഥ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. ഈ ഒട്ടകപ്പാല് കുടിച്ചും കഴുതപ്പുറത്തും ഒട്ടകപ്പുറത്തും കയറി യാത്ര ചെയ്ത് മണലാരണ്യങ്ങളിലൂടെ ഇന്ന് കാണുന്ന ഈ രാജാക്കന്മാരും വലിയ വലിയ ആൾക്കാരുടെ മാതാപിതാക്കന്മാർ 2-3 തലമുറ അപ്പം ചിന്തിച്ചാൽ മണ്ണ് വീടിൽ പാർത്തും വളരെ ഏറ്റവും താണ നിലയിൽ ജീവിച്ച ഒരു പശ്ചാത്തലമാണ് അവർക്കുള്ളത്. ഇന്ന് അവരും ആ അവസ്ഥകൾ മാറി. എന്നല്ല, ഒന്നാന്തരം നിക്ഷേപമുള്ള എണ്ണ, അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ഇസ്മായിലിൻ്റെ സന്തതി പരമ്പരകൾക്കും ഇസഹാക്കിൻ്റെ സന്തതി പരമ്പരകൾക്കും ഒരുപോലെ കിട്ടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രവചനമാണ്. ആ പ്രവചന നിവൃത്തി എന്നവണ്ണമാണ് ഞാൻ നിന്നെയും അനുഗ്രഹിക്കും, 12 പ്രഭുക്കൾ നിന്നിൽ നിന്നും ഉത്ഭവിക്കുമെന്ന് 2 കൂട്ടരോടും ദാസിയുടെ മകനിൽ നിന്നും യഥാർത്ഥ സാറയുടെ മകനായ ഇസഹാക്കിൽ നിന്നും ജനിക്കുമെന്ന് ദൈവം പറഞ്ഞു. അതിൻ്റെ ബ്ലെസ്സിങ് ആണ് കിടന്നത്. പക്ഷെ അത് മുഖത്ത് ഇവരെല്ലാം അഹങ്കരിച്ചു പോയി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവര് ഈ സൗദി അറേബ്യയൊക്കെ, ഇറാന്, ഇറാഖ്, ഇവരൊക്കെ ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ യുദ്ധോപകരണങ്ങൾക്ക് വേണ്ടിയാണ് അവർ ചെലവഴിച്ചത്. കോടിക്കണക്കിന് രൂപയാണ് അവർ ചെലവഴിച്ചത്. ഇതെല്ലാം വാങ്ങിക്കൂട്ടി വെച്ചാൽ പിന്നെ യുദ്ധം ചെയ്യണ്ടേ? നമ്മൾ കഞ്ഞിയെങ്കിലും കറിയും ചോറും ഒക്കെ വെക്കാൻ വേണ്ടി ചട്ടിയെങ്കിലും മേടിച്ചുകൊണ്ട് വന്ന് ഒരു മൂല എടുത്ത് വെച്ചേക്കാണ് ചെയ്യുന്നത്. അത് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യുദ്ധോപകരണങ്ങൾ വാങ്ങി വെച്ചാൽ, ഉണ്ടാക്കി വെച്ചാൽ അത് ഉപയോഗിക്കാൻ വേണ്ടി അതിൻ്റെ അവസരം വരും.
ഇത് തമ്മിൽ തല്ലിച്ചാകാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ആയുധങ്ങളെടുത്ത് പ്രയോഗിച്ച് ഇത് മനുഷ്യൻ മരിച്ചു വീഴുന്ന സമയങ്ങൾ ആസന്നമാണ്. വചനം അതിന് തെളിവ് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നേ. അപ്പൊ ഇതൊക്കെ സംഭവിക്കും. ഇവ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും അടുത്ത മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാനും പ്രാപ്തരാകേണ്ടതിന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു. എവിടെയാണ് ആ വാക്യം? നമുക്ക് അതിനടുത്ത് വായിക്കാമല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഇതൊക്കെ മർമ്മപ്രധാനമായ വാക്യങ്ങളാണ്. 21-ാം അധ്യായത്തിന്റെ 34, 35, 36 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാന ചിന്തകളാലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആമേൻ ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണിപോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. അത് സർവഭൂതലത്തിലും വരും, ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിക്കാനുള്ള എല്ലാറ്റിലും ഒഴിഞ്ഞു പോകുവാനും ആമേൻ മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാകാലവും. അപ്പൊ ഈ ലൂക്കോസിന്റെ സുവിശേഷം 21, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, ഈ 3 അധ്യായങ്ങൾ കർത്താവിന്റെ വരവിന് മുൻപ് നടക്കേണ്ട സംഭവങ്ങളെ കുറിച്ച് മറ്റു പല വിഷയങ്ങളുണ്ട്. അതില് ഒക്കെ ആധികാരികമായി കർത്താവ് പറഞ്ഞതാ. ഇതൊക്കെ നടക്കേണ്ടതാകുന്നു. യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, യുദ്ധം നടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മനുഷ്യൻ കൊന്നൊടുക്കും, ഇതെല്ലാം നടക്കും. ഇതെല്ലാം വചന നിവൃത്തിയാണ്. എന്നാൽ ഇവരുടെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സർവഭൂതലത്തിൽ വസിക്കുന്ന ഏവർക്കും വരും. ആകയാൽ ഈ സംഭവിപ്പാനുള്ള എല്ലാറ്റിനും ഒഴിഞ്ഞു പോകുവാനും. നമ്മളിതിൻ്റെ ഇടയിൽ ചെന്ന് ചാടരുത്. മനസ്സിലായില്ലേ? ഈ യുദ്ധത്തിന്റെ ഇടയിൽ നമ്മൾ പോയി ചാടേണ്ട കാര്യമില്ല. ഇവ എല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാനും മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാനും. കർത്താവ് മേഘപ്രത്യക്ഷതയിൽ ദൈവപുത്രന്റെ മുൻപാകെ നമുക്ക് നിൽക്കാനായിട്ട് ഇവിടെ കയറി വരുവരെന്ന് പറയുമ്പോൾ ഒരു തടസ്സം ഉണ്ടാകാതെ കയറി പോകാൻ വേണ്ടി ഉണർന്നിരിക്കുക, ഒരുങ്ങിയിരിക്കുക, സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇതാണ് ദൈവസഭയ്ക്ക് കർത്താവ് തരുന്ന സന്ദേശം. നമ്മളിതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. ചിലർ പറയും യുദ്ധം നടക്കല്ലെന്ന് ആരാ പറഞ്ഞ്? ഉന്മൂലനാശം ലോകത്ത് സംഭവിക്കും. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കഴിഞ്ഞു. ഇനിയുള്ള നൂറ്റാണ്ടിൽ അത് വരാൻ പോവുക, 3-ാം ലോകമഹായുദ്ധം. ആർക്കും അതിനെ തടയാൻ പറ്റത്തില്ല. ഈ യുദ്ധങ്ങൾ ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൽ കടുപ്പിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് പഠിച്ചാൽ ഇസ്രയേലിനെ യഥാസ്ഥാനപ്പെടുത്താനും ഇസ്രയേലിനെ കൂട്ടിച്ചേർക്കാനുമുള്ള 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം അവർക്ക് രാഷ്ട്രം സ്ഥാപിക്കാനാണ്. അങ്ങനെ 3-ാം ലോകയുദ്ധം നടക്കുന്നത്. ഈ യുദ്ധം നടക്കുന്നതിന്റെ പ്രധാന കാരണം ഈ ഇറാൻ ആരോടാണ് യുദ്ധം ചെയ്യുന്നത്? അമേരിക്കയോടല്ല, ഇസ്രയേലിനെതിരെയാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം. ഇസ്രയേലിനെ ഭൂമുഖത്തൊന്ന് തുടച്ചു മാറ്റിക്കളയാൻ. സഖരിയാപ്രവചനന്റെ പുസ്തകം എടുത്താട്ടെ. ഞാനിവിടെ വന്നിരുന്നപ്പോൾ അത് പറയണമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണയുണ്ടായി. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സഖരിയാപ്രവചനം 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 6, 9 വായിക്കാം. 6, 9 അതിനോട് ചേർന്ന് പിന്നീട് വായിക്കാം. വായിച്ചോട്ടെ. 12-3. ഭാരമുള്ള കല്ലാക്കി വെക്കും, മുറിവേൽക്കും. എത്ര കൃത്യമാണ്! ഈ അറബ് രാജ്യങ്ങൾ, ഏതാണ്ട് 52, 60, 56 രാഷ്ട്രങ്ങളുണ്ട്. ഈ ജാതികൾ മുഴുവൻ ഇസ്രയേലിനെതിരെ കൂടി വരും. ഇപ്പൊ തന്നെ ഓൾറെഡി വന്നിരിക്കുക. ചില രാജ്യങ്ങള്, അറബിക് രാജ്യങ്ങള് ഇസ്രയേലിനെതിരെ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരോട് എപ്പോഴും പകയുണ്ട്. കാരണം ആരാ? ഏശാവിൻ്റെയും അവകാശം നഷ്ടപ്പെട്ട ഏശാവിൻ്റെയും ഇസ്മയിലിൻ്റെയും സന്തതി പരമ്പരകളാണ്. ഇസഹാക്കിൻ്റെ സന്തതിയും ഇസഹാക്കും ഇസ്മയിലും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. നമുക്കറിയാം. അബ്രഹാമിൻ്റെ ആ കൊച്ചു കൂടാരത്തിൽ രണ്ടുപേർക്കുണ്ടായിരുന്ന ആ വൈര്യമാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ വൈര്യം വലുതായി ഇപ്പോഴും അവർ തമ്മിൽ ചേരാതെ വൈരാഗ്യത്തിൽ ഇരിക്കുന്നതിന്റെ കാരണം ഇതൊരിക്കലും തീരത്തില്ല. ഇത് സ്വർഗത്തിലെ ദൈവം വന്ന് തീർക്കുമ്പോഴേ തീരത്തുള്ളൂ. ഇസ്രയേലിനെതിരെ അവസാനമായി അവർ കുത്തിയെങ്കിലേക്ക് നോക്കാൻ ഗോഗുമാഗോഗിന്റെ നേതൃത്വത്തിൽ വലിയ യുദ്ധസന്നാഹം അവർ കടന്നു വരും. അതിനുള്ള സമയമായിട്ടില്ല.
ഇപ്പോൾ ഇസ്രയേലിനെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ ഒരു രാജ്യത്തിനും കഴിയത്തില്ല. ഒരു യൂറോപ്യൻ രാജ്യത്തിനോ ഒരു ഗൾഫ് രാജ്യത്തിനോ ഇസ്രയേലിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ ഇപ്പോൾ കഴിയത്തില്ല. നിങ്ങൾ അറിയാമായിരിക്കും, ഈ പ്രസ്താവന നടന്ന സമയത്ത് ഇദ്ദേഹത്തിനോട്, ട്രംപിനോട് നമ്മുടെ ബെഞ്ചമിൻ പ്രധാനമന്ത്രി പോയി പറഞ്ഞു, സാറ് അങ്ങോട്ടൊന്ന് മാറി നിന്നാൽ മതി, ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം ഈ കക്ഷിയെ. കാരണം അതിനുള്ള പവർ ഉള്ളവർക്ക്, അതിനുള്ള ശക്തി ഉള്ളവർക്ക്. അപ്പോൾ അവർ അതൊരു വലിയ ഇഷ്യൂ ആയി മാറും. അങ്ങനെ തടഞ്ഞു നിർത്തി. അതും ദൈവഹിതമാണ്. അപ്പോൾ ഈ യുദ്ധം നടക്കും, നടക്കാതിരിക്കോ എന്ത്, അത് നമ്മുടെ വിഷയമല്ല. ഇവയെല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ, മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽപ്പാൻ പ്രാപ്തരാകേണ്ടതിന് ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അവയെ ചുമക്കുന്നവൻ എന്ത് ചെയ്യും? കഠിനമായി മുറിവേക്കും. ഈ ഇസ്രയേലിനെ ഇപ്പൊ ചുമന്നുകൊണ്ടിരിക്കുന്ന ആരാ? അമേരിക്ക ചുമന്നുകൊണ്ടിരിക്കുന്നു. മുറിവേറ്റോ അമേരിക്ക? വേൾഡ് ട്രേഡ് സെന്ററിന്റെ ആ ആക്സിഡന്റിൽ മുറിവേറ്റോ? കഠിനമായി മുറിവേറ്റു. സ്തോത്രം. ഇസ്രയേലിനെ ചുമന്ന് അവരെ കൊണ്ടു നടക്കുന്നു, അവരെ സംരക്ഷിക്കുന്നു. അങ്ങനെ അമേരിക്ക പോലും കഠിനമായി മുറിവേറ്റു. ഹല്ലേലൂയ. ആ വൈരാഗ്യം എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇറാനെതിരെ ട്രംപും ഇസ്രയേലെല്ലാം കൂടി ചേർന്ന് ആക്രമിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സുബോധം നഷ്ടപ്പെട്ടവന്റെ കയ്യിൽ മാരകമായ ആയുധങ്ങൾ കിട്ടിയാൽ എന്താ സംഭവിക്കുക? അതാണിപ്പോൾ ഈ ഇത്രയും പ്രശ്നങ്ങൾക്ക് വേറൊരു കാരണം, വേറൊരു ചിന്ത. കാരണം അമേരിക്കയുടെ കയ്യിലോ ബ്രിട്ടന്റെ കയ്യിലോ ജർമ്മന്റെ കയ്യിലോ ഒക്കെ ഈ പറഞ്ഞ ആയുധങ്ങളുണ്ട്, അവരെടുത്ത് പ്രയോഗിക്കത്തില്ല. ഇതങ്ങനെയല്ല, തുമ്പും വെളിവില്ലാത്തൊരു വർഗമാണ്, നമുക്കറിയാം. അപ്പൊ അവരുടെ കൈ കിട്ടിയ എന്ത് വേണേലും ചെയ്യും. അതുകൊണ്ടാണ് യുറേനിയം നിങ്ങൾ സമ്പുഷ്ടീകരിക്കരുത്, അത് യുദ്ധോപകരണങ്ങൾ കൊണ്ട് ഉപയോഗിക്കരുത്, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിച്ചോ, പക്ഷെ ഇതിന് പാടില്ല എന്ന് ശക്തമായി താക്കീത് കൊടുക്കുന്നതിന്റെ കാര്യം നമുക്കും കൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടി അതാ ചെയ്യുന്നത്. ഏഷ്യൻ കൺട്രിയാണ് ഇറാനെ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ വൈറസുകളും അതിൻ്റെ സിംറ്റംസും നമ്മുടെ ഏഷ്യ മുഴുവൻ ബാധിക്കാനിടയായിത്തീരും ഇവരൊരു ആയുധം എടുത്ത് പ്രയോഗിച്ചാൽ. അതുകൊണ്ട് അത് ഭൂമിയുടെ അടിയിൽ വെച്ച് തന്നെ ആ ബങ്കേഴ്സിൽ ഇരിക്കുന്നതിന് അങ്ങനെ തന്നെ നശിപ്പിച്ച് കളയാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതൊക്കെ നടക്കുകയില്ല എന്നൊന്നും ചോദിച്ചാൽ എനിക്കതൊന്നും അറിയത്തില്ല. എനിക്ക് നമ്മൾ പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ. യുദ്ധം നടക്കട്ടെ നടക്കാതിരിക്കട്ടെ, അത് നമ്മുടെ അജണ്ടയിലുള്ള വിഷയമല്ല, അത് ദൈവത്തിൻ്റെ പദ്ധതിപ്പെട്ടതാണ്. അതൊക്കെ അതാതിൻ്റെ സമയങ്ങൾ നടന്നോളും. പുതിയ നിയമ സഭയെ സംബന്ധിച്ചിടത്തോളം മണവാളന്റെ വരവിന് വേണ്ടി കന്യകയാകുന്ന സഭ പൂർണ്ണ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ഒരുങ്ങി ഉണർന്ന് സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ പ്രബോധിപ്പിക്കുന്നത്. അന്നാളിൽ യെരൂശലേമിന് നേരെ വരുന്ന സകല ജാതികളെയും ഞാൻ നശിപ്പിക്കാൻ നോക്കും. അപ്പോൾ യെരൂശലേമിനെതിരെ വരുന്ന ജാതികളെ നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനുണ്ട്, സഖ്യകക്ഷികൾക്കുണ്ട്. അതും നടന്നുകൊണ്ടിരിക്കുകയല്ലേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇനി അതിന്റെ 14-ാം അധ്യായത്തിന്റെ സെഖര്യാവ് 14-ന്റെ 2-ാം വാക്യം. ഗോഗുമാഗോവിന്റെ ആ യുദ്ധത്തെ കുറിച്ചാണ് കേട്ടോ ഇവിടെ പറയുന്നത്. അടുത്ത യെരൂശലേം നഗരം പിടിക്കപ്പെടുകയും വീടുകളെ കൊള്ളയിടുകയും സ്ത്രീകളെ വഷളാക്കുകയും നഗരത്തിന്റെ പാതി പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്യും. കണ്ടോ ഇസ്രായേലിൽ സംഭവിക്കുന്ന പരാജയം. ഇപ്പൊ സംഭവിക്കത്തില്ല, ഇത് മഹോദരകാലത്ത് സംഭവിക്കുന്ന വിഷയമാണ്. ഇപ്പൊ സംഭവിക്കത്തില്ല. ഇപ്പൊ ഇസ്രായേലിനെതിരെ ആര് വന്നാലും അവരെ തച്ചുടയ്ക്കും. കാരണം അത്ര ശക്തി അവർക്കുണ്ട്. എന്നാൽ അവർ കുത്തിയവകിലേക്ക് നോക്കുവാൻ വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ഇസ്രായേലിനെ പകുതി നഗരത്തെ നശിപ്പിച്ചു കളയുക, പ്രവാസികളായി പിടിച്ചുകൊണ്ട് പോവുക, കൊന്നുമുടിക്കുക. സ്തോത്രം. അത് വചനം പറയുന്നു, അതങ്ങനെ സംഭവിക്കും. അതിനുള്ള സമയമായിട്ടില്ല. അതിനുവേണ്ടിയുള്ള സന്നാഹങ്ങളാണ് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെതിരെയാണ് യുദ്ധം, ശക്തമായ യുദ്ധം നിലകൊള്ളാൻ വേണ്ടിയാണ് ഇന്ന് കാണുന്ന ഈ യുദ്ധത്തിന്റെ കാഹള ധ്വനികൾ മുഴുവൻ ഇസ്രായേലിനെതിരെ ഒരു ഘോരമായ യുദ്ധം നടക്കുമെന്ന് വാക്കും ഭാഷണം കൂടാതെ വിളിച്ചു പറയുകയാണ്. അത് തിരുവചനത്തിന്റെ പ്രാവചനിക വിഷയങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയ ഭക്തന്മാർക്ക് അത് മനസ്സിലാകും. ഈ യുദ്ധങ്ങൾ മുഴുവൻ ഇസ്രായേലിനെതിരെ ഒരു വലിയ ഘോരമായ യുദ്ധത്തിന് വേണ്ടിയുള്ള കോപ്പുകൂട്ടലുകളാണ്. അതിനിടയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരുക്കം പൂർത്തീകരിച്ച് അക്കരെ പോകാൻ വേണ്ടി ഒരുങ്ങിക്കോ. ഇനി യുദ്ധത്തിന്റെ പരിണിത ഫലം കൂടി ഒരു വാക്യത്തിലൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കൊള്ളാം. അതിന്റെ 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. സ്തോത്രം. ഇവർ യുദ്ധം ചെയ്യാൻ കൂടി വരുമല്ലോ. യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്യാൻ വരുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിക്കുവാനുള്ള കാലം വരുന്നു. അടുത്ത അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞ് അഴുകിപ്പോയി. രാസായുധ പ്രയോഗം ആ സമയത്താണ് നടക്കുന്നത്.
ഇസ്രായേലിനെതിരെ വരുന്ന ശത്രു സൈന്യത്തെ ദൈവമായിട്ട് എന്ത് ചെയ്യും? യുദ്ധത്തിന്റെ കെടുതി അവർ അനുഭവിക്കത്തക്ക നിലയിൽ കാര്യങ്ങളെ ദൈവം ക്രമീകരിക്കും. അവർ നിവർന്ന് നിൽക്കുമ്പോൾ അവരുടെ മാംസം അഴുകിപ്പോകും. കണ്ണിന്റെ കൃഷ്ണമണി എല്ലാം അഴുകി വീഴും. കണ്ണിന്റെ ഭാഗത്ത് ഒരു ഊട്ട മാത്രമേ കാണത്തുള്ളൂ. വായുടെ ഭാഗത്ത് ഊട്ട മാത്രമേ, മാംസം ചീഞ്ഞളിഞ്ഞു പോകും. നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇത് ശാസ്ത്രജ്ഞന്മാർ ഈ വാക്യത്തെ അപഗ്രഥിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അവസാന സമയത്ത് ഈ രാസായുധ പ്രയോഗങ്ങളുടെ അതിപ്രസരം നിമിത്തം മനുഷ്യന്റെ മാംസം ചീഞ്ഞഴിഞ്ഞു പോകും. ഇന്നേക്ക് 3500 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ സഖര്യാവിലൂടെ ദൈവം പ്രവചിച്ച വചനമാണ്. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴിഞ്ഞു പോകും. അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞു പോകും. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞു പോകും. അന്നാളിൽ 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 എന്ന പല പ്രാവശ്യം ഈ പ്രവചന ഭാഗം സ്തോത്രം വ്യക്തമായി വെളിപ്പെടുത്തുന്നത് ഏത് നാളിലാണ്? മഹോദരകാലത്ത് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വരുന്ന ജാതികൾ ഇവര് വലിയ സന്തോഷത്തോടെ പാട്ടും പാടി ഇസ്രായേൽ പർവ്വത നിരകളിൽ ഇസ്രായേലിനെ തകർക്കുവാൻ തക്കവണ്ണം ഗോഗ് മാഗോഗിന്റെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങളും ചില യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം കൂടി കടന്നു വരും. അതില് ഏറ്റവും ഗോഗിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇറാൻ. ഇറാൻ ഇന്ന് കാണുന്ന ഇറാൻ, ഈ മിസൈലൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഇറാനാണ് ഗോഗിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. ഇറാനാണ് സ്ക്രൂ വെച്ച് കൊടുക്കുന്നത്. തകർക്കാം തകർക്കാം തകർക്കാം. സോവിയറ്റ് യൂണിയന് അല്ലെങ്കിൽ റഷ്യക്ക് അതിന് താല്പര്യമില്ല. എല്ലാ പ്രവചന ശബ്ദം നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല, കേട്ട് കാണാം. റഷ്യക്ക് താല്പര്യമില്ലാത്ത റഷ്യയെ എന്ത് ചെയ്യും? പ്രവാചകൻ എന്താ പറയുന്നത്? ചൂണ്ട കൊളുത്തിട്ടിട്ട് എന്ത് ചെയ്യും? എൻ്റെ ജനമായ ഇസ്രായേലിനെതിരെ തിരിച്ചു കൊണ്ടുവരും. കാരണം ഇസ്രായേലിനെതിരെ ഇറാന് വരാനായിട്ട് അവന് പറ്റത്തില്ല. കാരണം അതിനുള്ള ഗട്സ് ഇല്ല, അതിനുള്ള ധൈര്യമില്ല, അതിനുള്ള വാറക്യുമെൻസ് ഇല്ല. അതുള്ളത് അമേരിക്കയ്ക്കും റഷ്യക്കുമാണ്, എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയുന്നത്. എന്നാൽ അമേരിക്ക ഒരിക്കലും ഇസ്രായേലിനെ യുദ്ധം ചെയ്യത്തില്ല. അതുകൊണ്ട് റഷ്യയെ കൂട്ടുപിടിച്ച് സ്ക്രൂ വെച്ച് എന്ത് ചെയ്യും? റഷ്യയെ കൊണ്ടുവന്ന് റഷ്യയുടെ കൂടെ നിന്ന് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യും. ഇസ്രായേലിന് വലിയ പരാജയം സംഭവിക്കും. പകുതി രാജ്യം പിടിക്കപ്പെട്ടു പോകും. ജനം കോടിക്കണക്കിന് മരിച്ചു വീഴും. ഇതെല്ലാം സംഭവിക്കും. പക്ഷേ അന്നാളിൽ ഇസ്രായേലിനെതിരെ വരുന്ന ആ ശത്രു നിരക്കെതിരെ ദൈവം എഴുന്നേൽക്കും യുദ്ധം ചെയ്യുവാൻ. യുദ്ധം യഹോവയ്ക്കുള്ളത്. ഓ ഹല്ലേലൂയ. പഴയ പുസ്തകങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും, യുദ്ധം യഹോവയ്ക്കുള്ളത്. ഇന്ന് കാണുന്ന മനുഷ്യന്റെ യുദ്ധമല്ല ദൈവം ചെയ്യുന്നത്. ദൈവം പ്രകൃതികളോട് കൽപ്പിക്കും, മൃഗങ്ങളോട് കൽപ്പിക്കും. അങ്ങനെ എല്ലാ നിലയിലും ഘോരമായ പീഡകളിലൂടെ ഗോഗ് മാഗോഗിന്റെ പട്ടാളത്തെയും ഇസ്രായേൽ പർവ്വത നിരകളിൽ അണിനിരന്ന് മാർച്ച് ചെയ്തു പോയ എല്ലാ മനുഷ്യനെയും ആ പർവ്വത നിരകളിൽ എവരുടെ ശവദാഹം നടക്കും. എടുക്കാം 38-ാം അധ്യായം. അതുകൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരിക. യെഹെസ്കേൽ 38-ാം അധ്യായം എടുക്കാം. അതൊരു ചെറിയ അറിവിന് വേണ്ടി ഞാനത് പറഞ്ഞതേ ഉള്ളൂ. പല പ്രാവശ്യം ഞാനിത് ധ്യാനിച്ച് ഇരിക്കുന്നതുകൊണ്ട് എനിക്കിത് സ്തോത്രം കാര്യങ്ങൾ വ്യക്തമായി ഒരല്പം ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. 38-39 അധ്യായം ആ യുദ്ധത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ്. അതിൻ്റെ 39-ന്റെ 10-ഉം 11-ഉം അല്ല 11-ാമത്തെ വാക്യം വായിക്കാം. അന്ന് ഞാൻ ഗോഗിനെ ഇസ്രായേലിൽ ഒരു ശ്മശാന ഭൂമി കൊടുക്കും. കടലിന് കിഴക്കുവശത്തുള്ള വഴിപോക്കരുടെ താഴ്വര തന്നെ. അടുത്ത് വഴിമുടക്കമായി തീരും. അവിടെ അവർ ഗോഗിനെയും അവന്റെ സകല പുരുഷാരത്തെയും അടക്കം ചെയ്യും. അടുത്ത് അവർ അതിന് ഹാമോൻ ഗോഗ് പുരുഷാരത്തിന്റെ താഴ്വര എന്ന് പേർ വിളിക്കും. ഒരു വലിയ ശ്മശാനം ഇസ്രായേൽ മതി. ഇസ്രായേലിലെ ദൈവം ഇവർക്ക് വേണ്ടി ഒരുക്കും. ഇവരുടെ മൃഗങ്ങൾ, ഈ പട്ടാളക്കാരുടെ ശവശരീരങ്ങൾ തിന്നുവാൻ മൃഗങ്ങളെ ദൈവം കൽപ്പിച്ചാക്കും. അവരുടെ മാംസം കൊത്തിപ്പറിക്കുവാൻ കഴുക് മുതലായ പക്ഷികളെ ദൈവം കൽപ്പിച്ചാക്കും. ഒരൊറ്റ വ്യക്തി പോലും ഇസ്രായേൽ പർവ്വത നിരകളിൽ നിന്ന് തിരിച്ചു പോരാതെ വണ്ണം ദൈവം ഈ മൃഗങ്ങളോടും പക്ഷികളോടും കൽപ്പിച്ചിട്ട് ഇവരെ പ്രകൃതിക്ഷോഭത്തിലൂടെയും മറ്റ് വിവിധ നിലയിൽ ഒരൊറ്റ മനുഷ്യൻ ഇസ്രായേൽ പർവ്വതത്തിൽ നിന്ന് തിരിച്ചു പോരാതെ സകലതും അവിടെ മരിച്ചു വീഴും. ഒരു വലിയ ശ്മശാനം ഈ ശത്രു നിരകൾക്ക് ദൈവം അവിടെ ഒരുക്കുമെന്ന് പ്രവാചകൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചത് ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു. ദൈവജനമേ, അതിൻ്റെ മുന്നോടിയാണ് ഈ കാണുന്ന കോപ്പുകൂട്ടുകൾ, ഈ കാണുന്ന അക്രാന്തങ്ങൾ മുഴുവൻ.
ഈ യുദ്ധം ചെയ്യാനുള്ള ഈ സാഹസവും ഇവരുടെ ഉള്ളിലുള്ള ഈ പ്രേരണകളൊക്കെ ദൈവം കൊടുത്തിരിക്കുന്ന, ഇവരെ ഒടുക്കാനായിട്ട് ദൈവം പദ്ധതി ഇട്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതോർന്നോർത്തൊന്നും ഭാരപ്പെടണ്ട. നമ്മുടെ ഒരുക്കം പൂർത്തീകരിച്ച് മണവാളൻ മേഘപ്രത്യക്ഷതയിൽ വരുമ്പോൾ പോകാനായിട്ട് നമ്മൾ ഒരുങ്ങിക്കൊള്ളുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ച വചനത്തിലേക്ക് വേഗത്തിൽ ഞാൻ കടന്നു വരുന്നു. കൊലോസ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ ഹല്ലേലൂയ ഒന്ന് ഉറച്ചൊന്ന് വായിക്കാം ആർക്കെങ്കിലും. 10, 11, 12, 13 വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി ആമേൻ. കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും സകല സഹിഷ്ണുതയും അവന്റെ മഹത്വത്തിന്റെ ഒത്തവണ്ണം പൂർണ്ണശക്തിയോടെ ബലപ്പെടണമെന്നും ആമേൻ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി പ്രാപ്തരാക്കുകയും സ്തോത്രം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്നും അപേക്ഷിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞല്ലോ, പോൾസ് പ്രയർ, ലോർഡ്സ് പ്രയർ എന്ന് പറഞ്ഞ 2 പ്രാർത്ഥനകൾ പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലോർഡ്സ് പ്രയർ കർത്താവ് പഠിപ്പിച്ച, ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന. എന്നാൽ ഈ ലേഖനങ്ങളിൽ കാണുന്ന പ്രാർത്ഥന, ഇത് പൗലൂസ് സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പൗലൂസും കൂടെയുള്ള ശിഷ്യന്മാരും സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ലോർഡ്സ് പ്രയർ നമുക്ക് എല്ലാവർക്കും അറിയാം. അത് നമ്മൾ പ്രാർത്ഥിക്കുകയോ ധ്യാനിക്കുകയോ ഒക്കെ ചെയ്യേണ്ട നല്ല കാര്യങ്ങളാണ്. എന്നാൽ അതിനേക്കാൾ പവർഫുള്ളാണ് ഈ പൗലൂസ് സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇന്നത്തെ ആത്മീയ നേതൃത്വങ്ങൾക്ക് ഈ പ്രാർത്ഥനയൊന്നും അവരുടെ കണ്ണിൽ പെടുന്നില്ല. പിന്നെ എന്താണ് അവരുടെ കണ്ണിൽ പെടുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ പറയുന്നുണ്ടായി, നിങ്ങൾ കൂട്ടായ്മയ്ക്കായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നു, നമുക്ക് ചെലവും കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാവരും അവരവരുടെ പേഴ്സിൽ നിന്ന് ഒരു നല്ല തുക എടുക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, എല്ലാവരും അവരവരുടെ പേഴ്സിൽ നിന്ന് 2000, 1000, 500 വെച്ച് എല്ലാവരും എടുക്കാൻ പറഞ്ഞു. എല്ലാവരും കൊണ്ട് എടുപ്പിച്ചു പുള്ളി പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞെന്നാണ് പറയുന്നത്. എനിക്കത് കേട്ടിട്ട് ഞാൻ അടുത്തെങ്ങാനും നിന്നെങ്കിൽ ചെന്നിട്ട് തലമണ്ട നോക്കി ഒരെണ്ണം കൊടുത്തു തന്നെ. എവിടെയാണ് ഈ പരിശുദ്ധാത്മാവ് പറയുന്നത്? ഇതെവിടെയെങ്കിലും ഇങ്ങനെ ഒരു പറച്ചിൽ അപ്പോസ്തലന്മാരുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പ്രവാചകനോട് പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് അവസാനം പറയുക, കാശില്ലാത്തവർക്ക് പൊന്നോ വളയോ വേണമെങ്കിൽ ഇടുക. എന്നൊന്ന് വായിച്ചായിട്ട് പ്രവൃത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 33-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രങ്ങളൊന്ന് വായിച്ചേ. ഞാൻ കാണുന്നില്ല പുസ്തകത്തിൽ ഇതൊന്നും. ഇതെവിടെ നിന്ന് കിട്ടി? എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ സാത്താനിന് കിട്ടിയ ദൂതാണിത്. ദൈവമക്കൾ മനസ്സിലാക്കുക. 33, 32 ശക്തമായൊരു പ്രബോധനമാണ്. 33-ാം വാക്യം വായിക്കാം. ആരുടെയോ വെള്ളിയോ പൊന്നോ ഞാൻ അപ്പോസ്തലന്മാർ ആരും വെള്ളിയും പൊന്നും വസ്ത്രമൊന്നും മോഹിച്ചില്ല. മതി. ആരുടെയും വെള്ളിയും പൊന്നും എനിക്ക് വേണ്ട, ഞങ്ങൾ ആരും മോഹിച്ചിട്ടില്ല. ഇവിടെ ഇവരെന്തിനാ വെള്ളിയും പൊന്നും വേണമെന്ന് പറയുന്നത്? അതൊരു മറ്റൊരു സുവിശേഷമല്ലേ, മറ്റൊരു ആത്മാവല്ലേ, മറ്റൊരു ക്രിസ്തുവിനല്ലേ പ്രസംഗിക്കുന്നത്? അങ്ങനെയാ വചനം മനസ്സിലാക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ. അപ്പോസ്തലന്മാർ പറയാത്തതോ കർത്താവ് പറയാത്തതോ അവർ പഠിപ്പിക്കാത്തതോ ഏതൊരു ഉപദേശവും സഭയിൽ പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചില സമയത്ത് പറയുന്നത്, ഇന്ന് സഭ ഭൂമിയിലില്ല. അയ്യോ, അപ്പൊ ഇന്ന് കാണുന്നതോ അതൊക്കെ ഒരു കൂട്ടങ്ങളാണ്. സഭയാകാനുള്ള ഒരു തത്രപ്പാടാണ് നമ്മളായിരിക്കുന്നത്. സഭയായി വന്നിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ശരീരമാം സഭ, ക്രിസ്തുവിന്റെ മണവാട്ടിയായ അല്ലെങ്കിൽ കന്യകയായ സഭ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ മന്ദിരമാകുന്ന സഭ ഇന്ന് ഭൂമിയിലില്ല. ശരീരമാം സഭ ഭൂമിയിലില്ല. ശരീരമാം സഭ എന്നുള്ളത് കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ്. ശരീരമാം സഭയാണെങ്കിൽ എന്ത് ചെയ്യണം? തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും 18-ാമത്തെ വാക്യം. തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു. തലയായ ക്രിസ്തു എന്നുള്ള ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങൾ കേട്ട് ആത്മീക വളർച്ച പ്രാപിക്കുന്നു, ആത്മീക വർധനവ് പ്രാപിക്കുന്നു, ആത്മീക നിറവ് പ്രാപിക്കുന്നു. അതെവിടെയാ ഉള്ളത്? ഇന്നെവിടെയാ ഉള്ളത്? നിങ്ങളൊന്ന് പറഞ്ഞതാ എൻ്റെ പൊന്നു ദൈവമക്കളെ. സ്തോത്രം. ആ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ. ക്രിസ്തുവിനെ വിട്ടുപോയ സഭകളായി കിടക്കുന്നത് മുഴുവൻ. സ്തോത്രം.
സർപ്പം ഹവ്വായെ ഉപായത്താൽ ചലിച്ചതുപോലെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകരുതെന്ന് പൗലോസ് പ്രവചനം പറഞ്ഞു. അത് വഷളായി. സഭയാകുന്ന കന്യക വഷളായി കിടക്കുക. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു വചന വെളിപ്പാട് തന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഈ ദിവസങ്ങളിൽ. അതുകൊണ്ട് ഈ വചനത്തിന്റെ വെളിപ്പാടുകൾ ശക്തമായി ഏറ്റെടുത്ത് ഈ ദിവസങ്ങളിൽ തലയായ ക്രിസ്തുവിനോട് ചേർന്നിരുന്ന് തലയാകുന്ന ക്രിസ്തുവിന്റെ ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങളാകുന്ന ഏത് അവയവമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ആ അവയവം ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവശക്തിക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആ ആത്മീയ അനുഭവം പ്രാപിച്ച് ദൈവസഭയുടെ ഒരു അംഗമായിരുന്നു പ്രവർത്തിക്കുക, ശുശ്രൂഷിക്കുക. അതാ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, 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 സ്തോത്രം. അപ്പോൾ പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താ? വിശ്വാസികൾ എല്ലാവരും ആത്മീകമായി അനുഗ്രഹിക്കപ്പെടണം. ആത്മീകമായവരെല്ലാം കരുത്തന്മാരായി തീരണം, ശക്തന്മാരായി തീരണം. എഫേസ്യ ലേഖനത്തിലെ 2 പ്രാർത്ഥന 3-ാം അധ്യായത്തിലും 1-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും ഓരോ പ്രാർത്ഥന, ഫിലിപ്പി ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 9, 10, 11 വാക്യങ്ങൾ ഒരു പ്രാർത്ഥന. ഈ 4-ാമത്തെ പ്രാർത്ഥന ഇതാണ്, എഫേസ്യ ലേഖനം 1-10 മുതൽ 13 വരെയുള്ള വിഷയത്തിലെ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ അന്തസത്ത, അതിൻ്റെ കണ്ടൻസ്, അതിൻ്റെ മീറ്റായ ഭാഗം എന്താണെന്ന് ദൈവമക്കളാകുന്ന നമ്മളും ശുശ്രൂഷകന്മാരും നന്നായി മനസ്സിലാക്കി ഗ്രഹിച്ച് അതനുസരിച്ച് പ്രാർത്ഥിച്ച് ഈ വിലയേറിയ ആത്മീയ അനുഭവങ്ങളെ പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമ്മൾ സഭയാകത്തില്ല. മനസ്സിലായോ? നമ്മൾ ഏതോ കൂട്ടമായി പോകും. അത് അപകടത്തിൽ ചെന്ന് കലാശിക്കും അവസാനം. മനസ്സിലായോ ദൈവമക്കളെ? അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ഈ ദിവസങ്ങളിൽ നമ്മൾ സഭയാണെങ്കിൽ തലയായ ക്രിസ്തുവിൻ്റെ ശരീരമാം സഭയുടെ അവയവങ്ങളാണെങ്കിൽ തലയായ ക്രിസ്തുവിൻ്റെ ഉപദേശം തന്നെ ശരീരമാം സഭയ്ക്ക് കൂടിയേ തീരൂ. അത് നിർബന്ധമാണ്. ഒരു വിട്ടുവീഴ്ചയുമില്ല അതിലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. അമ്മ ഇപ്പോൾ കുറച്ചൊന്ന് ഒന്ന് വായിച്ചാട്ടെ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പത്രോസ് എന്താ എഴുതിയിരിക്കുന്നത്? എബ്രായ ലേഖനം 3-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കാം. ഹല്ലേലൂയ. എനിക്കിതെല്ലാം കാണാപ്പാടാൻ പഠിച്ചു വെച്ചിരിക്കുന്ന ആളാണ് ഞാൻ. രണ്ടാം ലേഖനമല്ലോ. വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം, കണ്ടോ, അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവിൻ രക്ഷിതവുമായവൻ തന്ന കൽപ്പന. അല്ലോ ആണോ? കൽപ്പന കർത്താവിൻ രക്ഷിതവുമായവൻ തന്ന കൽപ്പന. അത് ആരിലൂടെ കിട്ടി? അപ്പോസ്തലന്മാരോട് കിട്ടി. ഇപ്പൊ അപ്പോസ്തലന്മാരുടെ ഉപദേശം വേണ്ടെന്നാ പറയുന്നേ. സഹോദര, അപ്പോസ്തലന്മാരുടെ ഉപദേശം വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരാ ഈ കൽപ്പന തരേണ്ടത്? 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് ഇത്, അല്ലേ? ശരിയല്ലേ? 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ നടന്ന സംഭവമാണ്. കർത്താവ് വന്ന് അവരെ തെരഞ്ഞെടുത്ത് അവർക്ക് ഉപദേശം കൊടുത്തിട്ട് പോയി. പിതാവേ, നീ എനിക്കുന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിന്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചതുപോലെ ഞാൻ അവരെ ലോകത്തിൽ അയക്കുന്നു. കണ്ടോ കാര്യങ്ങളുടെ കിടപ്പ്? ഈ ഓർഡർ തെറ്റിക്കഴിഞ്ഞാൽ, ഈ പ്രോപ്പർ ചാനൽ, യഥാർത്ഥ ആ വചനത്തിൻ്റെ ശരിയായ റൂട്ട് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കഥയേറിയാതെ ആട്ടം കാണുന്നവരുടെ കൂട്ടത്തിലായി പോവും. കഥകളി നടന്നുകൊണ്ടിരിക്കുക ഒരു സ്ഥലത്ത്. കുറച്ച് പിള്ളേർ വന്നിട്ട്, കൊച്ചു പിള്ളേർ വന്നിട്ട്, പ്രായമുള്ള ആൾക്കാരിരുന്ന് കഥകളി കണ്ടുകൊണ്ടിരിക്കുക. ഈ മുദ്ര കാണിക്കുന്നതനുസരിച്ച് അവരുടെ തലയിട്ടൊക്കെ നാട്ടിക്കൊണ്ട്. അപ്പോൾ പിള്ളേർ എടി ഇതെന്തൊരു കളി, ഇതെന്ത് കളി? അപ്പം അതിലൊരു പ്രായമുള്ള അപ്പച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്താ മക്കളെ, അല്ല നിങ്ങളെന്തേ കാണിക്കുന്നു? എടാ, ഞങ്ങൾക്ക് മുദ്ര അറിയാം. അയാൾ മുദ്ര കാണിക്കുന്നതനുസരിച്ച് ഞങ്ങൾ അതാ കഥ ആസ്വദിക്കുക. നിനക്ക് വല്ല മണ്ണാങ്കട്ട അറിയാം? എനിക്കൊന്നും അറിയത്തില്ല. പോടാ, ഓടിച്ചു വിട്ടുള്ളൂ. ഒരു കഥയായത്. ആ കഥയെങ്കിലും അതിൽ അർത്ഥമുണ്ട്. കഥയറിയാതെ ആട്ടം കാണുന്നവരായി പെന്തക്കോസ്തുകാരെ തീരരുതേ. ദൈവത്തെ ഓർത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകണം. കർത്താവ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു ആ ഉപദേശം. അവരത് ദൈവസഭയ്ക്ക് കൊടുത്തു. അവർ ലോകത്തിൽ അത് കൊടുത്തു. കർത്താവിന്റെ 12 ശിഷ്യന്മാരല്ലേ ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചത്. അങ്ങനെയല്ലേ ക്രിസ്ത്യാനി ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അവർ പറഞ്ഞതും പഠിപ്പിച്ചതുമായ ഉപദേശത്തിന്റെ തനിമ നഷ്ടപ്പെടുത്താതെ അത് അങ്ങനെ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരിക്കണം, പഠിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഞാൻ ഈ ശടിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പറയാനുള്ള എനിക്ക് നിയോഗം. നമ്മൾ മറ്റൊന്നാകരുത് പറയേണ്ടത്.
വേറൊരു നിലവാരത്തിലേക്ക് നമ്മൾ പോകരുത്. അങ്ങനെ പോയാൽ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് നമ്മൾ ഔട്ടായി പോകും. നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വരും. കഥ അറിയാതെ ആട്ടം കാണുന്നവരായി നമ്മൾ മാറും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യ ദൈവമക്കളെ, വളരെ ശക്തമായി, വ്യക്തമായി, കൃത്യമായി ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് പറയുന്നു, ആദിമ അപ്പോസ്തലന്മാരായ പൗലോസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ അവർ നമുക്ക് തന്ന ഈ പരിപാവനമായ ഉപദേശം നമ്മൾ ആരും കേട്ടിട്ട് അതിനെതിരെ പോകരുത്. ആ ഉപദേശം കേട്ട് അതനുസരിച്ച് തന്നെ ജീവിക്കുകയും അത് സഭകളെ പഠിപ്പിക്കുകയും ചെയ്യുക. റോമാസഭയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി, അതിൻ്റെ 16-ാം അധ്യായം റോമർ 16 വരുമ്പോൾ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം, നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾ പഠിച്ചു, നിങ്ങളെ പഠിപ്പിച്ചു, നിങ്ങൾ പഠിച്ചു. അപ്പൊ സഭയെ ഉപദേശം പഠിപ്പിച്ചു, സഭ പഠിച്ചു. അപ്പൊ സഭയെ ഉപദേശം പഠിക്കാതെ സഭ പഠിക്കത്തില്ല. ഈ ഉപദേശം ഓട്ടോമാറ്റിക്കായിട്ടൊന്നും എങ്ങും കിട്ടത്തില്ല. ഇത് ദൈവം ചില വ്യക്തികളെ എഴുന്നേൽപ്പിച്ച് അവരിലൂടെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. ദൈവം ചില വ്യക്തികളെയാണ് ഈ കാലഘട്ടങ്ങളിൽ എടുത്തിരിക്കുന്നത്. ഇന്ന് കാണുന്ന ഈ കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഭൗതികത്തിന് വേണ്ടി കിടന്ന് അക്രാന്തം കാണിക്കുകയാണ്. അരഞ്ഞാണം വരെയും തോത്രാഴ്ച പാത്രത്തിൽ ഇടാനാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നാണ് വിമർശനത്തിൽ ഞാൻ മനസ്സിലാക്കിയത്. നാക്കുത്തിയും മൂക്കുത്തിയും കാക്കുത്തിയും വളയും കമ്മലും എല്ലാം ഇതിലോട്ട് ഇട്ടോന്ന്. അപ്പൊ അത് ദ്രവ്യാഗ്രഹമല്ലേ? ദ്രവ്യാഗ്രഹത്തിന്റെ കൗശല വാക്കുകളല്ലേ? സത്യവചനം, പഥ്യവചനം എവിടെ? ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകലിൽ ഈ പൗലോസിന്റെ പ്രാർത്ഥന നമ്മൾ വ്യക്തമായിട്ടൊന്ന് പഠിക്കാൻ പോവുകയാണ്. അതിന്റെ 1-ാമത്തെ